ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്ക്രാംബേഷ്യസ് ലീവേഴ്സ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ഗുലാബ് ജാമുൻ. സോ ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ എന്നൊക്കെ ഉണ്ടോ. പക്ഷേ എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതാ നോക്കിക്കേ, നമുക്ക് ബ്രെഡ് വേണം, പഞ്ചസാര വേണം, പാൽ വേണം, നമ്മുടെ ഏലക്ക വേണം. സോ ബ്രെഡ് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. അതിനകത്തുള്ള ഒരു ബ്രൗൺ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഉള്ളിൽ വൈറ്റ് പോർഷൻസ് ആണല്ലോ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബ്രൗൺ കട്ട് ചെയ്ത് കളയണത്. മാറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. എന്നിട്ട് ഇതാ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. പാലിപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക്, രുചി ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യാം, മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പാല് ശ്രദ്ധിക്കുക. പാല് വളരെ കുറച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ബോളാക്കി കൊടുക്കുമ്പോൾ അതിനകത്ത് ക്രാക്സ് വീഴുന്നുണ്ടെങ്കിൽ അത് പാകമായിട്ടില്ല. ക്രാക്സ് ഇല്ലാണ്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഗുലാബ് ജാമുൻസിൻ്റെ ആ ബോൾസ് കറക്റ്റാണെന്ന് നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണെന്ന് പറയാം. സോ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊരു ഡോ പോലെ ആക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഗുലാബ് ജാമുൻസിൻ്റെ ബോൾസ് റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ നമ്പർ കുറഞ്ഞാലും കുറച്ച് വലുപ്പത്തിലാണെങ്കിലും കിട്ടും. ഓക്കെ, സോ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എനിക്കൊരു 20ഓളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ തിളച്ച് വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, ഈ ബോൾസ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ചുറ്റും ബബിൾസ് വരുന്ന എണ്ണയിലേക്ക് ഇതാണ് അതിൻ്റെ കറക്റ്റ് ആ പാകമായിട്ട് എണ്ണ ഇടാം. അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇരിക്കണമല്ലോ, നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. കാരണം ഇത് പെട്ടെന്ന് ബ്രൗൺ കളറാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വേവില്ല. നമ്മൾ ഒരുപാട് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് ബോൾസൊക്കെ ലൈറ്റ് ബ്രൗൺ ആയി, പിന്നെ അതൊന്ന് ഫുള്ളി ബ്രൗൺ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് അതേ അളവിൽ തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഏലക്കയാണ്. അത് 3 4 നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് തിളച്ചോട്ടെ. തിളച്ച് ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലും കൂടി തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്തോരി വെച്ചിരിക്കുന്ന ക്രിസ്പി ബോൾസിലേക്ക് എന്ത് ചെയ്യുക, ഈ ചൂടായിട്ടുള്ള ഈ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് സോക്ക് ചെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂർ തുടങ്ങിയിട്ട് 1 മണിക്കൂർ വരെ വെക്കേണ്ട. കാരണം ഈ ക്രിസ്പി ആയിട്ടുള്ള ബോൾസ് ഈ ഷുഗർ സിറപ്പിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വരുമ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടും അതേപോലെ ഫ്ലഫി സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ കഴിക്കാണ്ട്. എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, നല്ല പാകത്തിനുള്ള മധുരമുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.